വേടൻ സകല ചൊറിച്ചിൽ രോഗികൾക്കുമുള്ള ഒറ്റമൂലി ഇന്നിപ്പോൾ തലസ്ഥാനത്ത് വെച്ച് ലൈവായി കൊടുത്തിട്ടുണ്ട്. അയ്യങ്കാളി ഓർമ്മ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങാൻ വെങ്ങാനൂരിലെത്തിയ വേടൻ അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങിയതിന് ശേഷം മൈക്കിൻ്റെ മുന്നിൽ വന്ന് 4 വരി പാട്ടും അതിനോടൊപ്പം വില്ലുവണ്ടിയിലേറി ഈ തലസ്ഥാനത്ത് കൂടി വന്നതാര് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉയർന്ന ആരവം അത് ചിലർക്കുള്ള മറുപടിയാണ്. ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്റെ തലപ്പാവിന് എന്ത് തിളക്കം. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു. ആളുടെ പേരെന്താണ്? മഹാവീരൻ അയ്യങ്കാളി. പോയിട്ട് വരാം മക്കളെ. ഇതിനും വലിയൊരു വേദിയിൽ ഞാൻ കാണാൻ പറ്റട്ടെ. നന്ദിയുണ്ട് ഒരുപാട്. പോയിട്ട് വരാം. താങ്ക് യു സോ മച്ച്. ജയ് ഭീം. ചില മാരാർമാർക്കും ചില വാലുള്ള ജന്തുക്കൾക്ക് എല്ലാം കൂടി ചേർന്നുള്ളതാണ് തലസ്ഥാന നഗരിയിൽ വെച്ചുള്ള ഈ മറുപടി. അതായത് എത്ര ആഞ്ഞു ചൊറിഞ്ഞാലും അതിലൊന്നും യാതൊന്നും സംഭവിക്കാനില്ല, അതിനെല്ലാം പുല്ലുവിലയാണ്. അത്തരം ചൊറിച്ചിൽ തന്നെ ബാധിക്കാറേയില്ല. താൻ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് ശക്തമായി തന്നെ തുടരുമെന്ന് പ്രവൃത്തി കൊണ്ടുള്ള മറുപടിയാണ്. ചിലർ കരുതുകയാണ് ഞങ്ങളുടെ സ്വാധീന വലയത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയോ മഞ്ഞ മാപ്രകളിലൂടെയോ ഒക്കെ ചിലതൊക്കെ അങ്ങ് വിളിച്ചു കൂവിയാൽ അത് കേട്ടിട്ട് വേടൻ ഉൾവലിയും അല്ലെങ്കിൽ വേടൻ്റെ വിശ്വാസ്യത തകരുമെന്നാണ്. ആ വിശ്വാസ്യത വീണ്ടും എത്രത്തോളം വർദ്ധിച്ചു എന്നതിൻ്റെ തെളിവാണ് വെങ്ങാനൂരിൽ കണ്ട ജനസഞ്ചയം. ആർത്തിരമ്പി വന്ന ജനക്കൂട്ടമായിരുന്നു. അതിനുശേഷം ആ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെയെല്ലാം ആവേശഭരിതമാക്കിക്കൊണ്ട് ആ ചോദ്യം ചോദിക്കുകയും ആ വേദിയിൽ നിന്ന് തന്നെ ഇന്നലകളിൽ ഇവിടുത്തെ മാടമ്പികൾ തൃണവൽഗണിച്ച് കളഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പിൻഗാമികൾ എങ്ങനെയാണ് അതേ നഗരത്തിൽ വെച്ച് വലിയ മുന്നേറ്റത്തിന് ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരിലൂടെ നടത്തുന്ന മുന്നേറ്റത്തെ കണ്ടിട്ട് ഹാലിളക്കം അടങ്ങാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ്. കാര്യം വേടനെ വിഘടനവാദിയെന്നും അർബൻ നക്സലെന്നും ശ്രീലങ്കൻ പുലിയെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാനും ഒപ്പം കഞ്ചാവോളി എന്ന പേരിലൊക്കെ ഇകഴ്ത്താനും ഡീഗ്രേഡ് ചെയ്യാനും ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തി സ്വന്തം കല കൊണ്ട്, സ്വന്തം നിലപാട് കൊണ്ട്, സ്വന്തം കാഴ്ചപ്പാട് കൊണ്ട്, പറയുന്ന ആശയം കൊണ്ട് എത്രമാത്രം ശക്തനായിരിക്കുന്നു, ആ വാക്കുകൾ എത്ര തീവ്രമായി ചില ഇടങ്ങളിലൊക്കെ പൊള്ളലേൽപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഓരോ ദിവസം കഴിയുന്തോറും ആ വ്യക്തിയോടുള്ള വിമർശനം പല സംഘപരിവാർ കേന്ദ്രങ്ങളിലെ പ്രമുഖരുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. പുറത്ത് കോൺഗ്രസ് എന്ന് പറയുമെങ്കിലും ഉള്ളാലെ സംഘികളായിട്ടുള്ളവർക്കാണല്ലോ ഇപ്പോൾ വല്ലാത്ത ചൊറിച്ചിലുണ്ടായിരിക്കുന്നത്. എന്തായാലും വേടൻ്റെ തലസ്ഥാനത്തെ അവാർഡ് ദാന പരിപാടി അതൊരു ചരിത്ര സംഭവമായി മാറാൻ പോവുകയാണ്. വെങ്ങാനൂരിൽ ആരംഭിച്ച പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അയ്യങ്കാളിയുടെ നാമം ഒരിക്കൽ കൂടി അദ്ദേഹം ഇന്നലകളിൽ അവർക്ക് വേണ്ടി വഴി തെളിച്ചു കൊടുത്ത വില്ലുവണ്ടി യാത്ര അതിനെ കരുത്തുറ്റ ശബ്ദത്തിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം റാപ്പിൻ്റെ വരികൾ വിളിച്ചു പറഞ്ഞതിലൂടെ, അത് ഏറ്റുപറയിച്ചതിലൂടെ ചിലർക്കുള്ള സന്ദേശമാണ്. ഒരു കാരണവശാലും ബാക്ക് ഫുട്ടിലില്ല, ഫ്രണ്ട് ഫുട്ടിൽ തന്നെയാണ് ഇനി കളിക്കാൻ പോകുന്നത്. ആ കളി കണ്ടിട്ട് പൊള്ളി അടരുന്നവർക്ക് അത് അടർന്ന് ഊപ്പാട് വരാനേ സാധ്യതയുള്ളൂ എന്നതിൻ്റെ തെളിവാണ് ആ കോൺഫിഡൻസും ആ പ്രകടനവുമെന്ന് പറയേണ്ടി വരികയാണ്. ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്റെ തലപ്പാവിന് എന്ത് തിളക്കം. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു. ആളുടെ പേരെന്താണ്? മഹാവീരൻ അയ്യങ്കാളി. പോയിട്ട് വരാം മക്കളെ. ഇതിനും വലിയൊരു വേദിയിൽ ഞാൻ കാണാൻ പറ്റട്ടെ. നന്ദിയുണ്ട് ഒരുപാട്. പോയിട്ട് വരാം. താങ്ക് യു സോ മച്ച്. ജയ് ഭീം.